നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് GDSൻ്റെ ഓൺലൈൻ ട്രാൻസ്ഫറിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനോടകം തന്നെ സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഏത് വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ടതെന്നുള്ള കാര്യം ലിങ്കും കാര്യങ്ങളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പ്രസ്തുത ലിങ്ക് എന്ന് പറയുന്നത് https://rule3.cpt.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ഓൺലൈൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. GDS ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഓൺലൈൻ ആക്കിയിട്ടുള്ളത്. ഓൺലൈൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫർ ആണ് ഇപ്പം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലോഗിനും കാര്യങ്ങളുമാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഓൺലൈൻ ട്രാൻസ്ഫർ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ആയിരിക്കണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതാത് ഡിവിഷനെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ എംപ്ലോയി ID യൂസ് ചെയ്തിട്ട് അവർ രജിസ്റ്റർ ചെയ്ത് തരും. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് വന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു പേജാണിത്. അപ്പോൾ എംപ്ലോയി ലോഗിൻ എന്നുണ്ട്, എംപ്ലോയി ID ചോദിക്കുന്നുണ്ട്, അതേപോലെ പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിക്ക് ഹിയർ ടു സെറ്റ് ഓർ റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നൊരു പേജാണിത്. ഇവിടെ എംപ്ലോയി ID നിങ്ങൾ എൻ്റർ ചെയ്യുക, നിങ്ങളുടെ എംപ്ലോയി ID എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പുതിയ പാസ്വേഡ് കൊടുക്കുക, അതേപോലെ റീ എൻട്രി ചെയ്യുക പാസ്വേഡ്. ഇങ്ങനെയാണ് പാസ്വേഡ് സെറ്റ് ചെയ്യണത്. പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്തപ്പം മൊബൈൽ നമ്പറിലേക്ക് OTP വന്നു. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ OTP എന്താണോ അത് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ OTP സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു പേജിലേക്ക് പോകുന്നത്. ആ പേജിലാണ് നമ്മൾ ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ പാസ്വേഡ് സക്സസ്ഫുള്ളി സെറ്റ് ചെയ്തു എന്നുള്ളൊരു മെസ്സേജ് വന്നു. അതിനുശേഷം നമ്മൾ വരുന്നൊരു പേജാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, മെനു ഉണ്ട്. അതായത് ഹോം കഴിഞ്ഞാണ് യൂട്ടിലിറ്റീസ് ക്ലിക്ക് ചെയ്യുമ്പം റൂൾ 3 ആപ്ലിക്കേഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും തന്നെ അതിൽ കൊടുക്കേണ്ടി വരും. നമ്മുടെ കമ്മ്യൂണിറ്റി, അതേപോലെ ഓഫീസ്, നമ്മുടെ SO ഏതാണ്, അതേപോലെ നമ്മുടെ പോസ്റ്റ് എന്താണ്, നമ്മുടെ ലെവൽ 1 ആണോ ലെവൽ 2 ആണോ, സ്ലാബ് എത്രയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു എംപ്ലോയി ഡീറ്റെയിൽസിൻ്റെ അത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ അപ്ലൈയിങ് ഗ്രൗണ്ട്സ് ചോദിക്കുന്നുണ്ട്. അത് PWD ഗ്രൗണ്ട്സും ജനറൽ ഗ്രൗണ്ട്സും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ PWD ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും PWD ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക. അതല്ലാത്തവർ ജനറൽ ഗ്രൗണ്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നമ്പർ ഓഫ് ടൈംസ് റൂൾ 3 അവൈൽഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ 0 എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതിനുശേഷം നമ്മൾ വാലിഡേറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. സോ വാലിഡേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാണ് നമ്മൾ പ്രിഫറൻസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യേണ്ട അടുത്തൊരു ഓപ്ഷൻ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ എംപ്ലോയി ഡീറ്റെയിൽസിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്പർ ഓഫ് ടൈംസ് ഓഫ് റൂൾ 3 അവൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ എത്ര തവണ ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെന്നുള്ള കാര്യമാണ്. അതേപോലെ വാലിഡേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ സേവ് ആവുകയുള്ളൂ. അതിനുശേഷം വേണം നമ്മൾ ഏത് ഡിവിഷനിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മൾ ഏത് ഓഫീസാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യാൻ. സോ അതിന് ശേഷം വരുന്ന ഒരു ഓപ്ഷനാണിത്, ചൂസ് യുവർ പ്രിഫറൻസസ്. അവിടെ സർക്കിൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കേരളയാണെങ്കിൽ കേരള സർക്കിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിവിഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഡിവിഷൻ എല്ലാം ലിസ്റ്റ് ചെയ്യും. അതിൽ ഏത് ഡിവിഷനാണോ നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്നത് ആ ഡിവിഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് ഓഫീസിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഓഫീസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലെവൽ 1 ലെവൽ 2 എല്ലാം അവർ സ്പെസിഫൈ ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെവൽ 1 ഒരാൾ ലെവൽ 2ലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു എറർ മെസ്സേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ലെവൽ 1 സെയിം സ്ലാബിലേക്ക് തന്നെയാണ് നമുക്ക് ട്രാൻസ്ഫർ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഈ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതിന് ശേഷം നമുക്ക് ആഡ് പ്രിഫറൻസസ് കൊടുത്ത് നമുക്ക് ഓരോരോ ഓഫീസുകൾ നമുക്ക്
അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രോസസ്സാണ്. ഓൺലൈൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് CPT. അപ്പം ഇത് താല്പര്യമുള്ളവരെല്ലാം തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റ് മറക്കാണ്ടിരിക്കുക. ഡിസംബർ 19-ാം തീയതിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ ഡിവിഷനിൽ നിങ്ങൾ പറഞ്ഞ് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇൻഫോർമേഷനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.